അത് യൂണിഫോം ഇട്ടിട്ട് ചിലപ്പോൾ അത് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരാണ്, അല്ലെങ്കിൽ CBI ഉദ്യോഗസ്ഥരാണ് ബാധ്യതരാക്കി അവരെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് വാങ്ങിക്കും. തുടർന്ന് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവരെ ഭയപ്പെടുത്തിയിട്ട് ആണ് ഇത് ചെയ്യുന്നത്. അങ്ങനത്തെ 1500 എണ്ണം നമ്മൾ പിന്നെ ക്യാഷ് എത്ര 1,70,000. ഉടമകൾ അറിയാതെ അവരുടെ പേരിൽ സിം കാർഡ് എടുത്ത് തട്ടിപ്പ് നടത്തുന്ന ഇവൻ ചില്ലറക്കാരനല്ല. ഉടമസ്ഥർ അറിയാതെ സിം കാർഡ് എടുത്ത് തട്ടിപ്പ് നടത്തിയ കേസിൽ കൊണ്ടോട്ടി സ്വദേശിയും സിം കാർഡ് സെയിൽസ്മാനുമായ അബ്ദുൽ ഷമീറാണ് സൈബർ പോലീസിന്റെ പിടിയിലായത്. 2023 നവംബറിൽ മലപ്പുറം ജില്ലയിൽ BSNL സിം കാർഡുകൾ ഒന്നിച്ച് ആക്റ്റീവ് ആവുകയും പിന്നീട് ഒരുമിച്ച് ഡീആക്റ്റീവായി മറ്റ് കമ്പനികളിലേക്ക് പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇതേ തുടർന്ന് സൈബർ പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ 180ഓളം BSNL സിം കാർഡുകൾ ഒന്നിച്ച് മറ്റു സേവനദാതാക്കളിലേക്ക് മാറിയെന്നും തെളിഞ്ഞത്. എന്നാൽ ഈ കാർഡുകൾ ഉടമസ്ഥർ അറിയാതെ എടുത്തവയാണ്. ഇത്തരത്തിൽ കൈക്കലാക്കുന്ന സിം കാർഡുകൾ ഉടമസ്ഥർ അറിയാതെ യൂണിക് പോർട്ടിംഗ് കോഡ് ശേഖരിച്ച് വിൽപ്പന നടത്തുകയാണ് പതിവ്. പിടിയിലായ അബ്ദുൽ ഷമീറിന്റെ വീട്ടിൽ നിന്നും 1500ഓളം വിവിധ കമ്പനികളുടെ സിം കാർഡുകളും 1000-ൽ പരം സിം കാർഡ് കവറുകളും 1,72,000 രൂപയും പോലീസ് കണ്ടെടുത്തതായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി S. ശശിധരൻ പറഞ്ഞു. ഒരു കേസ് കൂടി ഞങ്ങൾ ഡിറ്റക്ട് ചെയ്യുകയാണ്. കഴിഞ്ഞ തവണ ഭയങ്കര പരിധിയിലെ ഒരു കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് 45,000-ൽ കൂടുതൽ സിം കാർഡ്സ് സീസ് ചെയ്തൊരു കേസ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ പുറകിൽ ഈ 2023 നവംബർ മാസത്തിൽ ബൾക്കായിട്ട് BSNLന്റെ സിം കാർഡുകൾ എടുക്കുകയും ഇവിടെ ഒരു 3 മാസം കൊണ്ട് 2024 മാർച്ച് മാസത്തോടു കൂടിയിട്ട് ഇതെല്ലാം ഡീആക്ടിവേറ്റ് പെടുകയും ചെയ്തു എന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടി, ഒരു രഹസ്യവിവരം കിട്ടിയാണ്. അപ്പോൾ ഞാനപ്പോൾ തന്നെ അത് ആ വിവരം സൈബർ സെക്ടർ ചിത്രരഞ്ജൻ്റെ അദ്ദേഹത്തിൻ്റെ ടീമിൻ്റെ കയ്യിൽ നൽകി വളരെ രഹസ്യമായിട്ട് അന്വേഷിക്കാൻ പറഞ്ഞു. വളരെ രഹസ്യമായിട്ട് അന്വേഷിച്ച് നോക്കുമ്പോൾ BSNLന്റെ നല്ലൊരു എണ്ണം സിം കാർഡ്സ് എടുത്തിട്ട് പിന്നീട് ഒരു 90 ദിവസം കഴിഞ്ഞപ്പോൾ അത് ഡീആക്ടിവേറ്റ് ചെയ്യപ്പെട്ടിട്ട് പിന്നീട് മറ്റ് സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ ഇതിലേക്ക് പോർട്ട് ചെയ്തിരിക്കുന്നു പലതൊന്നും മനസ്സിലായി. അപ്പോൾ അവരെ ഈ സിം കാർഡ് എടുത്തിട്ടുള്ള കസ്റ്റമേഴ്സിനെ അവരെ കോണ്ടാക്ട് നോക്കുമ്പോൾ അവരങ്ങനെ BSNLന്റെ സിമ്മേ എടുത്തിട്ടില്ല എന്നുള്ള ഇൻഫർമേഷനാണ് കിട്ടിയത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഒന്ന് ശരിക്ക് രഹസ്യമായിട്ട് അന്വേഷണം നടത്തിയപ്പോൾ കൊണ്ടോട്ടി പുളിക്കൽ ഭാഗത്തുള്ള ഒരു അബ്ദുൽ ഷമീർ എന്ന ആൾ, അയാള് ഈ എയർപോർട്ടിലെ ഒരു ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് തൊഴിലാളിയാണ്. കൂട്ടത്തിൽ ഈ വിവിധ സർവീസ് പ്രൊവൈഡേഴ്സിന്റെ ഫീൽഡ് സെയിൽസ് ഓഫീസർ കൂടിയാണ്. അപ്പോൾ ഇദ്ദേഹം എന്താ വെച്ചാൽ സാധാരണ ചെയ്ത പോലെ ഒരു കസ്റ്റമർ ഒരു സിമ്മിന് വേണ്ടി സമീപിക്കുമ്പോൾ അത് BSNLന്റെ ആണെങ്കിൽ അവരുടെ ബയോമെട്രിക് ഫിംഗർ പ്രിന്റ് സംവിധാനം ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റ് സർവീസ് പ്രൊവൈഡേഴ്സിന് കണ്ണിന്റെ പ്രിന്റ്, ഈ കസ്റ്റമർക്ക് വേണ്ടതിൽ കൂടുതൽ പ്രിന്റ് എടുത്തുകൊണ്ട് മറ്റ് സർവീസ് പ്രൊവൈഡേഴ്സിന്റെ കൂടി സിം ഇദ്ദേഹം എടുക്കും. അത് കസ്റ്റമർ അറിയാതെ എടുത്തുകൊണ്ട് അത് ഒരു നിശ്ചിത ദിവസം കഴിഞ്ഞാൽ അത് പോർട്ട് ചെയ്യും. ഈ യൂണിക് പോർട്ടിംഗ് കോഡ് സിസ്റ്റം ഉപയോഗിച്ചിട്ട് ഇത് ബേസ് മോഡൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് പോർട്ട് ചെയ്യും. ഇതിന് കസ്റ്റമർ അറിയാതെ തന്നെ ആരുടെ പേരിലാണോ ഈ സിം എടുത്തിരിക്കുന്നത് ആ വ്യക്തി അറിയാതെ തന്നെ അത് മറ്റൊരു സർവീസ് പ്രൊവൈഡറിന്റെ കീഴിലുള്ള സംവിധാനത്തിലേക്ക് മാറ്റിയിട്ട് അവര് വേറൊരാളുടെ പേരിൽ ഇതേ നമ്പർ മറ്റൊരു സർവീസ് പ്രൊവൈഡറുടെ കീഴിലുള്ള ഒരു ഇതായിട്ട് മാറ്റിയിട്ട് അതിലെ വേറെ ആളുടെ പേരിലായിട്ട് അത് കൊടുക്കും. അപ്പോൾ ഈ സർവീസ് പ്രൊവൈഡർ ഈ കസ്റ്റമർ അറിയേയില്ല കാര്യം. അപ്പോൾ അതിനെ മറ്റ് ഏജൻസികൾക്ക് 50 രൂപ നിരക്കിൽ കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇൻസെൻറ്റീവ് 5,000-10,000 രൂപയ്ക്ക് ഇൻസെൻറ്റീവ് നൽകും. അങ്ങനെ വ്യാപകമായ രീതിയിൽ തട്ടിപ്പ് നടത്തുന്ന ഒരു സംവിധാനമാണ് അദ്ദേഹം നടപ്പാക്കേണ്ടത്. ഇപ്പോൾ നമുക്കിപ്പോൾ ഇനി ആക്ടിവേറ്റ് ചെയ്യപ്പെടേണ്ട സിം കാർഡ്സ് 1565 എണ്ണം, ഡെഡ് സിംസ്
അത് പിന്നെ 553 പിന്നെ സിം കവേഴ്സ് 1500 സാറിന് ഇതിൽ ഈ ആരെങ്കിലും വന്ന് കസ്റ്റമേഴ്സ് വരികയാണെന്ന് നിങ്ങൾക്കറിയാം, ഇത് മൊത്തമായിട്ട് കൊടുക്കുക. ഇത് ഇദ്ദേഹം അങ്ങനെ കൊടുക്കാതെ ഇത് കൈവശം വെച്ചുകൊണ്ട് ഇദ്ദേഹം ഇത് സിം മാത്രം എടുത്ത് അത് ആക്ടിവേറ്റ് ചെയ്ത് പിന്നീട് അത് പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഈ മറ്റൊരാൾക്കും കൊടുക്കുന്നില്ല, ഇത് ഇദ്ദേഹം തന്നെ കൈവശം വയ്ക്കുന്ന ഉത്തമ ഉദാഹരണമാണ് ഇത് ചെയ്യുന്നത്. അങ്ങനത്തെ 1500 നമ്മൾ വിളിച്ചിട്ടുണ്ട്. പിന്നെ ക്യാഷ് എത്ര? 1,70,000. അതാണ് അവിടെ ഇനി നമുക്കത് കണ്ടുപിടിക്കണം. അതായത് ഇദ്ദേഹം ആക്ടിവേറ്റ് ചെയ്തിട്ട് ഇദ്ദേഹം എന്തിനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഇനി അന്വേഷണത്തിൽ കൊണ്ടുവരേണ്ടതാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ കേസിൽ നമ്മൾ വീണ്ടും കുറെ അറസ്റ്റ് നടത്തി. ഇനിയും അതിൽ 1-2 കിങ് പിൻസിനെ കിട്ടാനുണ്ടായില്ല. ഇനി അതിപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ്, അന്വേഷണം തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇതില് ഇദ്ദേഹം ആരെയൊക്കെ ഏതൊക്കെ രീതിയിൽ സഹായിച്ചിട്ടുണ്ടെന്ന് ഇനി നമ്മുടെ കൂടുതൽ അന്വേഷണത്തിൽ വ്യക്തമാകും. ഇതെല്ലാം നമ്മൾ പരിശോധിച്ചു വരികയാണ്. അദ്ദേഹത്തിനെ പിടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വീട് നമ്മൾ റെയ്ഡ് ചെയ്തു. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് റെയ്ഡ് ചെയ്താണ് നമുക്ക് ഇത്രയും സാധനങ്ങൾ കിട്ടിയത്. വീട് കൊണ്ടോട്ടി പുളിക്കാൻ ഒളവിട്ട് വരും. അപ്പോൾ 1,72,000 രൂപ. പിന്നെ ഈ മൊബൈൽ ഫോൺ 5 എടുത്തിട്ടുണ്ട്. ഫിംഗർ പ്രിന്റ് സ്കാനേഴ്സ് 3 നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതില് കൂടുതൽ ഈ ഇദ്ദേഹം ഈ ഡെഡ് സിംസിൽ ഈ ഡെഡ് സിം ഉള്ളതിൽ ഇദ്ദേഹം ആ പീരീഡിനുള്ളിൽ ആക്ടിവേറ്റ് ചെയ്തിട്ട് വാട്സാപ്പ് ആക്ടിവിറ്റി ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ, അന്നത്തെ പോലെ ഈ OTP കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ OTP ആർക്കെങ്കിലും കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഈ പിന്നെ വ്യാജമായിട്ട് ആളുകളുടെ ക്യാഷ് തട്ടിക്കുന്നതിനുള്ള സഹായം ചെയ്തു കൊടുക്കുന്നതൊക്കെ നമുക്കിനി അന്വേഷണത്തിനാണ് കൂടുതൽ വരിക. കൊണ്ടോട്ടി ഭാഗത്തിന് എന്തുമാത്രം ഇദ്ദേഹം കൊടുത്തിട്ടുണ്ട്, ആരെയൊക്കെ പറ്റിച്ചിട്ടുള്ള കാര്യം കൂടുതൽ അന്വേഷണത്തിൽ കൊണ്ടുവരേണ്ടത്, ആർക്കൊക്കെ ഇതിൽ പങ്കുണ്ട് അന്വേഷണം കൊണ്ടുവരേണ്ടത്. ചെറിയൊരു ഇൻഫർമേഷൻ നമുക്കുണ്ട്, അതിപ്പോൾ നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല, അന്വേഷണത്തെ ബാധിക്കുന്നതുകൊണ്ട് ചിത്രരഞ്ജന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് ഈ വർക്ക് ചെയ്തത്. ഈ സൈബർ കുറ്റകൃത്യങ്ങൾ വളരെയധികം വർദ്ധിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ പിന്നെ പബ്ലിക്കിനെ ശരിക്കും ഒന്ന് ബോധവാന്മാരാക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് 2 ഒന്ന് ഇൻവെസ്റ്റ്മെന്റ് ട്രേഡിംഗ് തട്ടിപ്പ്, ഇൻവെസ്റ്റ്മെന്റ് ട്രേഡിംഗ് സ്കാം നമ്മൾ കഴിഞ്ഞ വേങ്ങരയിൽ കണ്ടില്ല. അതുപോലെ ഈ നിക്ഷേപ മേഖലയെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഫ്രീ പിന്നെ ഇത് തരാം, പിന്നെ അഡ്വൈസ് തരാം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി. പിന്നെ വളരെ നല്ല രീതിയിൽ പിന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ പ്രലോഭിപ്പിച്ചിട്ട് എന്ത് ചെയ്യും, അവരെ പിന്നെ പറയും, അവരെ കൊണ്ട് ഒരു ലിങ്കിലേക്ക് കയറാൻ പറയും. നേരത്തെ അന്ന് പറഞ്ഞ പോലെ ലിങ്കിലേക്ക് കയറിയിട്ട് പിന്നെ അഡ്വൈസ് കൊടുക്കാൻ തുടങ്ങും. അപ്പോൾ അഡ്വൈസ് കൊടുത്ത് ആദ്യമൊക്കെ ചെറിയൊരു പിന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കും. പിന്നെ വലിയ എമൗണ്ട് ഇടാൻ പറയും. വലിയ എമൗണ്ട് ഇട്ടുകൊണ്ട് തന്നെ പിന്നെ ട്രേഡ് ചെയ്യാൻ പറയും. അവർക്ക് ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം അവരെടുത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറയും. ആ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം അവർക്ക് ഉണ്ടാക്കി കൊടുക്കും. അതിൽ ട്രേഡ് ചെയ്തിട്ട് ബിഗർ എമൗണ്ട്സ് ഉണ്ടാവും. അപ്പോൾ വിഡ്രോ ചെയ്യാൻ ശ്രമിക്കാൻ പറയും. 50 ലക്ഷത്തിൽ കൂടുതൽ വിഡ്രോ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒരു നിയമമാണെന്നൊക്കെ പറഞ്ഞ് അവരെ പ്രലോഭിപ്പിച്ചിട്ട് അതിൽ കൂടുതലാകുമ്പോൾ ഇതിൽ ഇനി ടാക്സ് അടയ്ക്കണം, അല്ലാതെ വിഡ്രോ ചെയ്യാൻ പറ്റില്ല എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അതും അടപ്പിക്കും. അങ്ങനെ വിവിധ തരത്തിലുള്ള ഈ പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ട്രേഡിംഗ് സ്കാംസ് ഉണ്ട്. അപ്പോൾ ആളുകൾ ജാഗരൂകരാവണം. എന്തെങ്കിലും സ്പാം മെയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജസോ ഇതൊക്കെ വേണമെങ്കിൽ ആളുകൾ ഇതിൽ വഞ്ചിതരാകരുത്. കൃത്യമായിട്ട് അത് വെരിഫൈ ചെയ്ത് മാത്രമേ ആളുകൾ അത്തരം കാര്യങ്ങളിൽ ഇടപെടാവൂ. അല്ലെങ്കിൽ വലിയ തുകകൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വേങ്ങര ഉണ്ടായ പോലെ 1,08,00,000 പോയ പോലെ പിന്നെയും പരാതികൾ ഒരുപാട്. പിന്നെ ഇത്രയും നമ്മളൊരു പബ്ലിസിറ്റി ഉണ്ടായിട്ടും ഒരുപാട് ഇത്തരം ചതിയിൽ ആളുകൾ പെട്ട് ഒരുപാട് ക്യാഷ് അവർക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അത് പബ്ലിക് ഒന്നുകൂടി അവെയർ ആക്കുക, ബോധവാന്മാരാക്കുന്ന ലക്ഷ്യത്തോടെയാണ് ഇതുകൂടി പറയാനാണ് വിളിച്ചത്. പിന്നെ അതോടൊപ്പം തന്നെ ഈ ഫേക്ക് എൻഫോഴ്സ്മെന്റ് ഓഫീസർ ഫ്രോഡ്, ഫേക്ക് എൻഫോഴ്സ്മെന്റ് ഓഫീസേഴ്സ് ഫ്രോഡ് പറഞ്ഞാൽ അത് യൂണിഫോം ഇട്ടിട്ട് ചിലപ്പോൾ അത് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരാണ്, അല്ലെങ്കിൽ CBI ഉദ്യോഗസ്ഥരാണ്, തുടങ്ങിയിട്ട് വിവിധ NIA ഉദ്യോഗസ്ഥരാണെന്നെല്ലാം പറഞ്ഞ് വ്യാജ യൂണിഫോമിലായിട്ട് ആളുകളെ നിങ്ങളുടെ പേരിൽ ഇന്ന കേസ് എടുക്കാൻ പോകണം, നിങ്ങളുടെ പേരിൽ ഇങ്ങനെ ചില സ്റ്റഫ് വന്നുകൊണ്ട് അത് പിന്നെ മയക്കുമരുന്നാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ ഫോറിൻ കറൻസി വന്നുകൊണ്ട് അത് നടപടിക്കാരിയാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടണം എന്നെല്ലാം പറയും. പിന്നെ ഈ വ്യാജ ഫോട്ടോ വെച്ചുകൊണ്ട് തന്നെ അവരെ മെയിലിലോ അല്ലെങ്കിൽ വാട്സപ്പിലൂടെയോ ഒരു ലെറ്റർ അയക്കും. നിങ്ങളിത് പ്രതികരിച്ച് നിങ്ങൾക്കെതിരെ മറ്റു നടപടി എടുക്കുന്നെല്ലാം പറഞ്ഞ ആളുകൾ ഭയചകിതരാക്കി അവരുടെ പിന്നെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് വാങ്ങിക്കും. തുടർന്ന് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവരെ ഭയപ്പെടുത്തിയിട്ട് പണാഭരണം നടത്തുന്ന രീതിയുണ്ട്. ഇതിനോട് കൂടുതൽ വ്യാപകമായിട്ട് കണ്ടുവരുന്നത് ഒരുപാട് മറ്റു തട്ടിപ്പുകളുണ്ട്. ഇതിൽ വളരെ പ്രിവലൻ്റായിട്ട് ഈ 2 തട്ടിപ്പുകൾ കൂടുതൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ജനങ്ങൾ വളരെ ജാഗരൂകരാവണം.
ഇത്തരത്തിൽ ചതിയിൽപ്പെടരുത്. എന്തെങ്കിലും അങ്ങനത്തെ മെയിൽ വരികയാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ സജഷൻസ് വരികയാണെങ്കിൽ അതിൽ പെട്ടുപോകരുത് ആളുകൾ. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.